എന്താ വെച്ചാൽ ബാലഗോപാലാണ് ഇപ്പം പാർട്ടിന്റെ സീനിയർ നേതാവ്. അയാളായിരിക്കും വരാനാണ് സാധ്യത. പിണറായി വരാനുണ്ട് സാധ്യത കുറേ കൂടെ. ഒന്നില്ലെങ്കിൽ പിണറായി അല്ലെങ്കിൽ അദ്ദേഹം ബാലഗോപാലാകാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ് മിക്കവാറും പിണറായി വിജയൻ. നേതാക്കന്മാരായ റിയാസ് വരെ ഇപ്പം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം. 10 വർഷക്കാലം നീണ്ട പിണറായി വിജയന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. 102 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമ്പോൾ കേവലം 35 സീറ്റിലേക്ക് LDF ചുരുങ്ങിപ്പോയി. UDF അധികാരത്തിലെത്തുമെന്നുള്ളത് തീർച്ചയാണ്. പ്രതിപക്ഷത്തായിരിക്കും LDF. ആരായിരിക്കും പ്രതിപക്ഷത്ത് നയിക്കുക? ആ ഒരു ചോദ്യവും ഇപ്പോൾ വല്ലാതെ ഉയർന്നു കേൾക്കുന്നുണ്ട്. 10 വർഷക്കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്നതിന് ശേഷം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കുമോ, അതോ മറ്റാർക്കെങ്കിലും ആ ചുമതല കൈമാറുമോ എന്നുള്ളതും ജനങ്ങൾ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കി കാണുന്ന ഒരു കാഴ്ചയാണ്. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അറിയാൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ മറുനാടനും കൗതുകമുണ്ട്. മറുനാടൻ കോഴിക്കോട് ജനങ്ങളോട് ചോദിക്കുകയാണ്, പ്രതിപക്ഷ നേതൃത്വത്തിലേക്ക് ആരായിരിക്കും ഉയർന്നു വരേണ്ടത്? എന്താണ് ജനങ്ങളുടെ അഭിപ്രായം? നമുക്ക് ചില പ്രതികരണങ്ങൾ കേൾക്കാം. UDF വലിയ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. പ്രതിപക്ഷത്ത് LDF ആയിരിക്കും. ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നാണ് വിചാരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ കാണുമ്പോ ഇപ്പൊ എന്താ വെച്ചാൽ ബാലഗോപാലാണ് ഇപ്പം പാർട്ടിന്റെ സീനിയർ നേതാവ്. അയാളായിരിക്കും വരാനാണ് സാധ്യത. പിണറായി വിജയനല്ലേ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പ്രതിപക്ഷ നേതാവ് ആവൂല എന്നാണ് എന്റെ കണക്കൂട്ടൽ. അത് പിണറായി ഒളിച്ചോടി അല്ല, പിണറായി ഒളിച്ചോടുന്നില്ല. പിണറായി അങ്ങനെ ഒളിച്ചോണ്ട ആവശ്യമില്ല. ബാലഗോപാൽ ആവാനാണ് സാധ്യത. പിന്നെ അത് ഞാൻ പറഞ്ഞു, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുക പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചോളൂ. ഇത് കോൺഗ്രസിന് മാതിരി ACC KCC തീരുമാനിക്കേണ്ടതല്ല. അത് പിന്നെ തീരുമാനിക്കും. തോൽവി ഗംഭീര തോൽവിയാണ്. അത് സമ്മതിക്കണം. എന്റെ ഒരു കാഴ്ചപ്പാടില് ശൈലജ ടീച്ചർ വരുന്നുള്ളതാണ്. തോറ്റുപോയെങ്കിൽ പ്രതിപക്ഷത്ത് ഇരുന്നൂടെ MLA ആവണല്ലേ? എന്റെ ചാൻസ് ഉണ്ട്. കാരണം പിണറായി അവിടെ ആഗ്രഹം അതായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്നാമത്തെ മന്ത്രിസഭ വരികയാണെങ്കിൽ, മൂന്നാം ഭരണം വരികയാണെങ്കിൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകും പ്രതീക്ഷ ഉണ്ടായിരുന്നു. MLA അല്ല, അപ്പൊ ഇനിയിപ്പോ ആരായിരിക്കും? എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്കുള്ള ഒരു ഞാൻ കാണുന്നു. എന്റെ ഒരു അഭിപ്രായം പറയാം, പിണറായി വരാനുണ്ട് സാധ്യത കുറേ കൂടെ. പ്രതിപക്ഷ നേതാവുന്നുള്ള അങ്ങനെയൊന്നുമില്ല. ഇടതുപക്ഷത്തിന് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എപ്പോഴും അധികാരത്തിൽ വേണമെന്നൊന്നുമില്ല. എപ്പോഴും അധികാരത്തിൽ കൂടുതൽ വന്നതും അല്ലല്ലോ, പ്രവർത്തിച്ചു കൊണ്ട് വന്നതല്ലേ. അപ്പൊ അതിനൊരു ഇത് വരാൻ സാധ്യത. അപ്പൊ അങ്ങനെ വന്നുകൂടായില്ല. സാധ്യത എന്റെ ഒരു അഭിപ്രായം കേട്ടോ. സാധ്യത പറഞ്ഞിട്ടാണെങ്കിൽ തലമുത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് കഴിവും പരിചയമുള്ള പിണറായി ആണല്ലോ. അങ്ങനെ വരാനാണ് സാധ്യത എന്ന് തോന്നുന്നത്. ഇപ്പൊ പാർട്ടി എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് അങ്ങനെയാണ് വരിക എന്നുള്ള ഇപ്പൊ പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ അതിന് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ബാലഗോപാലാണുള്ളത്. പിന്നെ പിണറായിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കൂടി കേട്ടിട്ടായിരിക്കും ചിലപ്പോ ഒരു തീരുമാനം എടുക്കാം. സാധ്യത എനിക്ക് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. രണ്ടാൾ ബാലഗോപാലൻ മറ്റേ ധനകാര്യമന്ത്രിയായിട്ടുള്ള ആൾ കൂടിയാണല്ലോ. അപ്പൊ ഇതിനെ പറ്റി കൂടുതൽ ഒന്നില്ലെങ്കിൽ പിണറായി അല്ലെങ്കിൽ അദ്ദേഹം ബാലഗോപാലാകാനാണ് സാധ്യത. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇപ്പൊ തന്നെ കച്ചറ തുടങ്ങിയിരിക്കണെന്ന് ഞാൻ മനസ്സിലാക്കണേ. പ്രതിപക്ഷ നേതാവ് മിക്കവാറും പിണറായി വിജയൻ. കാരണം വീറ്റോ പവറുള്ള നേതാവ് അയാൾ തന്നെ പുള്ളിക്കാരൻ. അപ്പൊ മുമ്പരമായിട്ട് ഒരാളാവണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇനി 5 വർഷം അല്ല, കുട്ടിപ്പിക്കല് ന്യായമായ കാര്യത്തിന് LDF നിൽക്കുള്ളൂ. വെറുതെ ഓരോമാതിരി കണ്ടീനും വണ്ടീനും പാട്ടത്തിനൊന്നും അങ്ങനെ നിൽക്കുന്ന ആളില്ല. പ്രതിപക്ഷ നേതാവാണെന്ന് എന്റെ അഭിപ്രായം. അയാൾ നല്ലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. പാർട്ടി തീരുമാനമാണല്ലോ. സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ നിലവിലുണ്ടായ 35 സീറ്റിൽ നമ്മുടെ നേതാക്കന്മാരായ റിയാസ് വരെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ പിണറായി വിജയൻ ആവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ
ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പം ആവും സാധ്യത ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കാരണം സെക്രട്ടേറിയറ്റ് അത് ബന്ധപ്പെട്ട പാർട്ടിയുടെ ഉന്നത സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചേർന്നിട്ട് തീരുമാനം എടുക്കുകയായിരിക്കും പിണറായി ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ പിണറായി ഇല്ലെങ്കിൽ ബാലഗോപാൽ ഓൾറെഡി ഉണ്ട്, ആവാനും ആവാതിരിക്കാൻ. പക്ഷെ അതുപോലെ തന്നെ റിയാസ് ഉണ്ട്, അതുപോലെ തന്നെ അതൊക്കെ മന്ത്രിമാരെ ആളുകളുണ്ട്. എന്തായാലും റിയാസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും വരുമോ എന്നുള്ളൊരു ചിന്തപ്പേര് പിന്നെ ഉണ്ടാവും. അതൊരു സാധ്യത ഇല്ല, പക്ഷെ എന്നാലും റിയാസിന് സാധ്യത സാധ്യത ഉണ്ട്.